ഹായ് മക്കളെ, വീഡിയോനാണ്. ഇന്ന് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പാർട്ട്ണർ പുതുതായി എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7 അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ. അതിൽ ഒന്നാമത്തത് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റലാണ്. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ മീൻസ് ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും അദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കണം, വേണ്ടേ? അപ്പം ഈ ക്യാപിറ്റലിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ അക്കൗണ്ട് ട്രീറ്റ്മെന്റ്. സെക്കൻഡ് വൺ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. അതായത് ബിസിനസ്സിലേക്ക് ഒരു പാർട്ണർ കൂടെ വന്നു, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഓരോരുത്തരും എങ്ങനെയായിരിക്കും ലാഭവും നഷ്ടവും വീതിച്ചെടുക്കാം എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടില്ലേ? അതിനെയാണ് രണ്ടാമതായിട്ട് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് നമ്മൾ കണക്കാക്കുന്നത്. മൂന്നാമതായി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ ആണ്. സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. അതായത് ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരാണ്, ഡെഫിനറ്റ്ലി ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സിന് എപ്പോഴും എന്തുണ്ടാവും? തീർച്ചയായിട്ടും നഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വരും, അല്ലേ? ഇങ്ങനെ ഇവർ നഷ്ടം സഫർ ചെയ്യുകയാണെങ്കിൽ അത് എത്രമാത്രം അളവിലാണ്, ഏത് റേഷ്യോയിലാണ് എന്ന് കണ്ടെത്തലാണ് മൂന്നാമത്തത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. എന്നാൽ നാലാമത്തത് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സമയത്ത് എന്താണ് ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റിൽ ചേഞ്ച് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ബിസിനസ്സിലെ എല്ലാ അസറ്റിനെയും എല്ലാ ലയബിലിറ്റിയെയും ഒരിക്കൽ കൂടി വാല്യൂ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അതായത് ഓൾറെഡി ഉള്ള ഒരു ബിസിനസ്സിലേക്കാണല്ലോ പുതുതായിട്ട് ഒരു പാർട്ട്ണർ വരുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും കാലം ബിസിനസ്സിൽ ചിലപ്പോൾ എന്തുണ്ടാവും? ജനറൽ റിസർവോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ അക്യുമുലേറ്റഡ് ലോസോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ജനറൽ റിസർവിനെയും അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെയും അക്യുമുലേറ്റഡ് ലോസിനെയും നമ്മൾ ആർക്ക് വീതിച്ചു കൊടുക്കണം? ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ അഞ്ചാമത്തെ ട്രീറ്റ്മെന്റ്. സിക്സ്ത് വൺ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരാണെങ്കിൽ അദ്ദേഹം 2 കാര്യങ്ങളായിരിക്കും ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം, അല്ലേ? ഫസ്റ്റ് വൺ ക്യാപിറ്റൽ ആണ് ആൻഡ് സെക്കൻഡ് വൺ ഗുഡ് വിൽ ആണ്, റൈറ്റ്? അങ്ങനെയെങ്കിൽ ഈ ഗുഡ് വില്ലിനെ നമ്മൾ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് പാർട്ട്ണർ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഓൾഡ് പാർട്ട്നേഴ്സ് അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂ പാർട്ട്ണർ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള 7 കാര്യങ്ങളാണ് ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ. അയ്യോ സൂപ്പർ, എല്ലാവർക്കും റെഡി ആണല്ലേ? ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. 7 പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു? ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആണ്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ട്രീറ്റ്മെന്റ് ഓഫ് ജനറൽ റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്, ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സോ ഈ 7 കാര്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയി അറിയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആഗ്രഹമില്ലേ? അങ്ങനെയെങ്കിൽ സൈലത്തിന്റെ യുവ ബാച്ച് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തേക്ക്. ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ആക്കി അടിച്ചു പൊളിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്റർ നമുക്ക് തറോ ആക്കി പഠിച്ചേക്കാം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ കണ്ടന്റ് വീഡിയോസിന് വേണ്ടി നമ്മുടെ സൈലത്തിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.